നമസ്കാരം. പ്രധാന വാർത്തകൾ. ചേമഞ്ചേരി തുവക്കോട് മലയിൽ വൻ പടക്കശേഖരം പിടികൂടി. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. പിടികൂടിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പടക്കങ്ങൾ. ഡീസലിന്റെ വിലവർദ്ധനവ് KSRTC സർവീസ് നിർത്തുന്നു. മലയോര മേഖലകളിൽ യാത്രാ പ്രശ്നം രൂക്ഷം. വിലക്കയറ്റത്തിനെതിരെ CPI നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ ഉപരോധിച്ചു. മുസ്ലിം ലീഗ് ഹാർബർ മേഖലാ സമ്മേളനം സമാപിച്ചു. വാർത്തകൾ വിശദമായി. ചേമഞ്ചേരി തുവക്കോട് പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ ഉന്നതതല പോലീസ് സംഘം നടത്തിയ റെയ്ഡിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കങ്ങളും അസംസ്കൃത വസ്തുക്കളും കണ്ടെടുത്തു. ചൊവ്വാഴ്ച 11 മണിയോടെ വടകര സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ കൊയിലാണ്ടി പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദമാണ് റെയ്ഡ് നടത്തിയത്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലിയ തൂവക്കോട് മലയിൽ ഉന്നതതല പോലീസ് സംഘം നടത്തിയ റെയ്ഡിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കവും പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളും കണ്ടെടുത്തു. ചൊവ്വാഴ്ച കാലത്ത് 11 മണിയോടെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP K സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. കൊയിലാണ്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ K മോഹനന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും റെയ്ഡിൽ പങ്കുചേർന്നു. വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് നടന്ന റെയ്ഡിലാണ് ഇത്രയും വിപുലമായ പടക്കശേഖരം കണ്ടെടുത്തത്. കസ്റ്റഡിയിലെടുത്ത പടക്കങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും വില മണിക്കൂറുകളെടുത്താണ് അധികൃതർ തയ്യാറാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർക്ക് പടക്കം നിർമ്മിക്കാൻ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിലും അനുവദിച്ചതിലും എത്രയോ ഇരട്ടി പടക്കമാണ് ഇവർ സൂക്ഷിച്ചിരുന്നത്. വടകര റൂറൽ SP TK മോഹൻകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡിന് നിർദ്ദേശം നൽകിയത്. ഉത്സവ സീസണായതോടെ വൻതോതിൽ പടക്ക നിർമ്മാണം താലൂക്കിലെ ചില രഹസ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്നതായി നാട്ടുകാർ നേരത്തെ പരാതിപ്പെട്ടിരുന്നു. സമീപകാലത്തായി പടക്ക നിർമ്മാണശാലകളിൽ ഉണ്ടാകുന്ന ജീവാപായത്തിന്റെ വെളിച്ചത്തിലാണ് പോലീസ് റെയ്ഡ് ശക്തമാക്കിയത്. നോർത്ത് സോൺ ADGP അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ റെയ്ഡ് കണ്ടക്ട് ചെയ്തത്. അതുപ്രകാരം നമ്മൾ ഈ ഏരിയയിൽ കൊയിലാണ്ടി മേഖലയിൽ അനധികൃതമായിട്ട് പടക്കം ഉണ്ടാക്കുന്നുള്ള ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ SPക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. ഇവിടെ ഈ സ്ഥലത്ത് ഒരു 10-12 വീടുകളിലോളം അങ്ങനെ കുടിൽ വ്യവസായം പോലെ ധാരാളം പടക്കം ഉണ്ടാക്കി കച്ചവടം നടത്തുന്ന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ റെയ്ഡ് നടത്തി 4 വീടുകളിൽ വളരെ വ്യാപകമായ രീതിയിൽ നമുക്ക് എക്സ്പ്ലോസീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടുകളിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ഏകദേശം 1 ലോഡിനടുത്ത് പടക്കം ഉണ്ടാക്കുന്ന സാമഗ്രികൾ, ഗൺ പൗഡർ, സോഡിയം, പിന്നെ അലുമിനിയം പൗഡർ മുതലായ സാമഗ്രികൾ കിട്ടി. അപ്പുറത്തൊരു 3-4 വീട്ടിൽ അതേപോലെ തന്നെ അതിൻ്റെ സാമഗ്രികൾ കിട്ടിയിട്ടുണ്ട്. ഒരു 3 പേര് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഡീസൽ വില വർധനവ് അധിക ഭാരമായതോടെ മലയോര പ്രദേശങ്ങളിൽ ഭൂരിഭാഗം KSRTC ബസ്സുകളും സർവീസ് നിർത്തുന്നു. ഇതോടെ ജില്ലയിലെ വയലട, മങ്കയം, കുറുമ്പൊയിൽ, കൂരാച്ചുണ്ട്, കക്കയം, തലയാട് പ്രദേശങ്ങളിലെ ജനങ്ങൾ കടുത്ത യാത്രാ ദുരിതം അനുഭവിക്കുകയാണ്. ഡീസൽ വിലവർധനവിനെ തുടർന്ന് KSRTC ബസ്സുകളുടെ സർവീസ് പ്രതിസന്ധിയിലാവുന്നു. പ്രധാന നഗരങ്ങളിലെ ഗതാഗത സംവിധാനത്തിൽ KSRTC കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിലും ഉൾനാടുകളിലെ ഗതാഗതത്തെ ഇത് കാര്യമായി ബാധിച്ചു കഴിഞ്ഞു. താമരശ്ശേരി, തൊട്ടിൽപ്പാലം, ഇതര മലയോര പ്രദേശങ്ങളായ വയലട, മങ്കയം, കൂരാച്ചുണ്ട്, കക്കയം ഭാഗത്തേക്ക് KSRTC സർവീസ് നിലച്ചു തുടങ്ങുന്നത് പ്രതിസന്ധിക്ക് വഴിയൊരുക്കുന്നു. കേരളത്തിൽ മൊത്തം 5300 ഷെഡ്യൂളുകളാണ് KSRTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 1500 എണ്ണം ലാഭകരമായല്ല നടത്തുന്നത്. ലാഭകരമല്ലാത്ത ഷെഡ്യൂൾ അവസാനിപ്പിക്കണമെന്നും 10,000 രൂപ കളക്ഷൻ ഇല്ലാത്ത ട്രിപ്പുകൾ നിർത്തിവെക്കാനും ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു. ഈ രീതിയിൽ സമീപനം തുടർന്നാൽ നാട്ടിൻപുറത്തെ KSRTC സർവീസ് കേവലം കേട്ടുകേൾവിയായി തീരുമെന്നും ഉറപ്പാക്കുന്നു. വിലക്കയറ്റത്തിനും ജനദ്രോഹ നയത്തിനുമെതിരെ കൊയിലാണ്ടി താലൂക്കിൽ CPI നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ ഉപരോധിച്ചു. വിലക്കയറ്റത്തിനും UDF സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനുമെതിരെ CPI സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി താലൂക്കിലെ വിവിധ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചു. കൊല്ലം വിയ്യൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം CPI നേതാവ് EK അജിത് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനങ്ങളാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇതിന്റെ വിതരണം. ഔട്ട്ലെറ്റുകൾ രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് ഔട്ട്ലെറ്റുകൾ, പിന്നെ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ മറ്റു മേഖലയിലൊക്കെ തന്നെ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ സമ്പദ്ഘടനയെ സഹായിക്കുന്ന രൂപത്തിലേക്ക് എണ്ണ ഉൽപ്പാദനവും എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്.
1990-കൾക്ക് ശേഷം നമുക്കറിയാം 90 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ പ്രത്യേക ഒരു ഓർമ്മിക്കപ്പെട്ട വർഷമാണ്. അതായത് നെഹ്റുവിയൻ സാമ്പത്തിക നയത്തിൽ നിന്ന് കോൺഗ്രസ് വിശേഷം അല്ലെങ്കിൽ അതിനെ പാടെ മറന്നുകൊണ്ട് വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു 1990 നരസിംഹറാവുവിൻ്റെ ഭരണകാലം. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലി നമുക്കറിയാം. അദ്ദേഹം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പ്രാദേശിക നേതാവോ അല്ലെങ്കിൽ സംസ്ഥാന നേതാവോ സംസ്ഥാന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഭരണരംഗത്തിരുന്ന ആളല്ല അദ്ദേഹം വേൾഡ് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം വലിയ ധനകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന എക്കണോമിസ്റ്റാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനത്തിലും പങ്കെടുക്കാത്ത, സാധാരണ ജനങ്ങളുടെ വേദന എന്താണെന്ന് അറിയാത്ത ഒരു മാന്യദ്ദേഹം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അന്ന് രാജീവ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ അന്നത്തെ കോൺഗ്രസിൻ്റെയും നേതൃത്വപരമായ പങ്കിനെ തുറന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കി വന്ന ആളാണ് മൻമോഹൻ സിംഗ്. തുടർന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ കുറേ കൂടി സൗകര്യത്തോടു കൂടിയിട്ടുള്ള സാമ്പത്തിക നയ പി.കെ. വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. സുനിൽ മോഹൻ, ഓമന, CR മനേഷ് എന്നിവർ സംസാരിച്ചു. ചക്കിട്ടപ്പാറ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധ സമരം പി.കെ. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ ഭാഗമായി പേരാമ്പ്രയിൽ സത്യൻ മൊകേരിയും ചങ്ങരോത്ത് ആവളനാരായണൻ, ചെറുവണ്ണൂരിൽ R. ശശിയും ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ജനജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന നയങ്ങൾ പിന്തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് CPI നേതാക്കൾ പറഞ്ഞു. ഇനിയൊരു ഇടവേള. ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. ഇഷാന ഗോൾഡ്, കോഴിക്കോട്, ബാലുശ്ശേരി, നാദാപുരം. കാൽനൂറ്റാണ്ടായി ജനവിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച സവിത ജ്വല്ലറി. 916 സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ കർശനമായ മേൽനോട്ടത്തിൽ ഈടുറപ്പോടുകൂടി വിവിധ മോഡലുകളും ഡിസൈനിലും ഇഷ്ടത്തിനൊത്ത സെലക്ഷനോടുകൂടി നിർമ്മിച്ചു നൽകുന്ന മേപ്പയ്യൂരിന്റെ ആദ്യത്തെ സ്വർണ്ണാഭരണശാല സവിത ജ്വല്ലറി, മേപ്പയ്യൂർ. ഫോൺ 0496267624. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി ഹാർബർ മേഖല മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. VP ഇബ്രാഹിംകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കൊയിലാണ്ടി ഹാർബർ മേഖല മുസ്ലിം ലീഗ് സമ്മേളനത്തിന് സമാപനമായി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഏറ്റവും നല്ല പ്രഗത്ഭരായ ആളുകളെ മുസ്ലിം ലീഗിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനും അദ്ദേഹം ശ്രമിച്ചിട്ടുള്ള ശ്രമങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരുപാട് വിപ്ലവാത്മകമായ പോരാട്ടങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പാവപ്പെട്ട വിദ്യാർത്ഥികളെ നേരിട്ട് സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടും താമസ സൗകര്യങ്ങൾ നൽകിക്കൊണ്ടൊക്കെ തന്നെയും അദ്ദേഹം വളർത്തിയെടുത്തു. അതിന് ഉദാഹരണമാണ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കൊയിലാണ്ടിലേക്ക് കൊണ്ടുവരികയും ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിക്കുകയും അങ്ങനെ വളർത്തിയ അദ്ദേഹത്തെ ഏറ്റവും നല്ല രീതിയിലുള്ള നേതാവാക്കി മാറ്റുകയും, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു സമൂഹത്തിന്റെ ശാക്തീകരണം, അത് രാഷ്ട്രീയമായ ശാക്തീകരണം കൂടാതെ ഇവിടെ നടപ്പിൽ വരുത്താൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ നാനാത്മുഖമായിട്ടുള്ള സമഗ്രമായ പുരോഗതിക്ക് അടിസ്ഥാനമായി രാഷ്ട്രീയമായ ഒരു ശാക്തീകരണം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് എന്നുള്ള ഈ പ്രസ്ഥാനം ഇവിടെ ഉടലെടുക്കുകയും അതിലൂടെ ഏറെ വിവേകത്തോടു കൂടിയും ദീർഘവീക്ഷണത്തോടു കൂടിയും നമ്മൾ പ്രവർത്തിച്ചപ്പോൾ ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ത്യൻ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മഹത്തായ സംഭാവനകൾ അർപ്പിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനമെന്ന് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA, വേട്ട മാലിക്കോയ എന്നിവർ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ, ജില്ലാ ട്രഷറർ TT ഇസ്മായിൽ, വെങ്ങളം റഷീദ്, AP ഇബ്രാഹിംകുട്ടി, ഹുസൈൻ ബാഫക്കി തങ്ങൾ തുടങ്ങിയ നിരവധി നേതാക്കൾ സംസാരിച്ചു. 3 ദിവസമായി നടന്നു വന്ന സമ്മേളനത്തിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികൾ, കലാവിരുന്ന് എന്നിവ നടന്നു. കൊയിലാണ്ടി മേലൂർ മനയിടത്ത് പറമ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ഫെബ്രുവരി 25 മുതൽ മാർച്ച് 1 വരെ നടക്കും. ഇതോടനുബന്ധിച്ച് ക്ഷേത്ര അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിവിധ ആഘോഷ പരിപാടികളും നടക്കും.
ബാലുശ്ശേരി കോക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആസ്ബെറ്റോസ് വിരിച്ച കെട്ടിടം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ദുരിതം സൃഷ്ടിക്കുന്നു. സ്കൂളുകളിൽ ആസ്ബെറ്റോസ് ഷീറ്റുകൾ നീക്കം ചെയ്യണമെന്ന ഗവൺമെന്റ് ഉത്തരവുണ്ടെങ്കിലും സ്കൂളിൽ ഫണ്ട് ലഭിക്കാത്തത് കാരണം ഇവ നീക്കം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ബാലുശ്ശേരി കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂര ആസ്ബെസ്റ്റോസ് കൊണ്ട് പണിതത് വിദ്യാർത്ഥികൾക്ക് പ്രയാസമാകുന്നു. കടുത്ത ചൂടിൽ ആസ്ബെസ്റ്റോസിന് കീഴിൽ ഇരുന്ന് പഠിക്കാൻ കഴിയില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇത്തരത്തിലുള്ള ഷീറ്റുകൾ മാറ്റി പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് കേരള സർക്കാർ മുൻകാലത്ത് ഉത്തരവിറക്കിയിരുന്നെങ്കിലും കോക്കല്ലൂർ ഹയർ സെക്കൻഡറിയിൽ 6 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ ഇപ്പോഴും ഇത്തരം മുറികൾക്കകത്താണ് പ്രവർത്തിച്ചു വരുന്നത്. കലാകായിക മികവിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ പ്രത്യേക പരിഗണന നൽകി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അനുയോജ്യമായ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമായി വരുന്നു. ഫണ്ട് വരാത്തതാണ് ഷീറ്റുകൾ മാറ്റാൻ കാലതാമസം ഉണ്ടാവാൻ കാരണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു. കൊടും ചൂടിൽ വിദ്യാർത്ഥികൾക്ക് തലകറക്കം, അമിതദാഹം, ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതായി പറയപ്പെടുന്നു. കോക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്നൊക്കെ ഫണ്ട് അനുവദിച്ചതുകൊണ്ട് ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളെ UP സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ആസ്ബെറ്റോസ് ബിൽഡിങ്ങിൽ തന്നെയാണ് ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്നത്. എപ്പോഴും അതുപോലെ തന്നെ 8ാം ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്നത് ആസ്ബെറ്റോസ് ബിൽഡിങ്ങിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതായിട്ട് കുട്ടികൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾ നിസ്സാരമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ കഴിഞ്ഞ PTയിലൊക്കെ ഞങ്ങൾ ഇതിന് എന്തിന് താൽക്കാലികമായിട്ട് ഓല വെച്ചിട്ടൊക്കെ കുറച്ച് ഇതിൻ്റെ ചൂട് അകറ്റുന്നതിനുള്ള ശ്രമമൊക്കെ നടത്താൻ ഉള്ള ഒരു പദ്ധതിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ആസ്ബെറ്റോസ് ബിൽഡിങ് കൂടെ ആസ്ബെറ്റോസ് മാറ്റിയിട്ട് ഒരു നല്ല റൂഫ്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു റൂഫ് ഉണ്ടായാൽ എന്തുകൊണ്ടും പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ കുട്ടികൾക്ക് കൂടുതൽ ഇത് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സഹായം എത്രയും പെട്ടെന്ന് അതിൻ്റെ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേപ്പയൂർ പഞ്ചായത്ത് 21ാം വാർഷിക സമ്മേളനം ചൊവ്വാഴ്ച നടന്നു. വാർഡ് മെമ്പർ ഷർമിന കോമത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സമ്മേളനം മേപ്പയൂരിൽ നടന്നു. വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ വാർഡ് മെമ്പർ ഷർമിന കോമത്ത് ഉദ്ഘാടനം ചെയ്തു. KK മൊയ്തീൻ മാസ്റ്റർ ചടങ്ങിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PC കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ നയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒളിച്ചുകളി ഒഴിവാക്കി വ്യക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കണമെന്ന് യോഗത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. NK രാഘവൻ, A കേളപ്പൻ നായർ, സുമതി ടീച്ചർ, NK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വാർഷിക റിപ്പോർട്ടുകൾ, സംഘടനാ റിപ്പോർട്ട്, അനുശോചന പ്രമേയം എന്നിവ യോഗത്തിൽ അവതരിപ്പിച്ചു. പെരുവണ്ണാമൊഴി ഡാമിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതകൾ പഠിക്കുന്നതിനായി വൈദ്യുത വകുപ്പിന്റെ വിദഗ്ധ സമിതി ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിച്ചു. പെരുവണ്ണാമൊഴി ഡാമിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതകൾ പഠിക്കുന്നതിനായി വൈദ്യുതി വകുപ്പിന്റെ വിദഗ്ധ സമിതി ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിച്ചു. പുഴയിലേക്ക് റിസർവോയറിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളമാണ് വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുക. 68 കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുക. കഴിഞ്ഞ ഇടതുഭരണകാലത്ത് 50 കോടി രൂപയായിരുന്നു പദ്ധതി നിർവഹണത്തിന് വകയിരുത്തിയിരുന്നത്. പദ്ധതി പൂർത്തിയാവുന്ന മുറയ്ക്ക് 22 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് സ്ഥലം സന്ദർശിച്ച വിദഗ്ധ സമിതി കണ്ടെത്തി. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ തർക്കവും ഈ ഭാഗത്ത് ഉയർന്നു കഴിഞ്ഞു. CRPF കേന്ദ്രം പണിയാൻ അക്വയർ ചെയ്ത ഭൂമിയിലാണ് ഈ കേന്ദ്രം പണിയുന്നതെന്നും അതുകൊണ്ട് തന്നെ പദ്ധതി അനിശ്ചിതത്വത്തിലാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ബോർഡ് മെമ്പർ അന്നമ്മ ജോൺ, ചീഫ് എഞ്ചിനീയർ ഫിലിപ്പ് സക്രിയ, സുഗുണൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കൊടുത്തിരുന്നതാണ്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ വന്നപ്പോൾ പ്രൈവറ്റ് ലാൻഡിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ വന്നു. അപ്പോൾ അവരെ കൂടെ ജനങ്ങളെ കൂടെ ഈ പ്രോജക്റ്റിനായിട്ട് എതിർപ്പില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഓൾട്ടർനേറ്റീവ് നോക്കി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് നമ്മൾ അഡീഷണൽ സർവേ ചെയ്യേണ്ടി വന്നു. ഇവിടെ വാട്ടർ കണ്ടക്ടർ സിസ്റ്റം ഉള്ളതും എക്സിസ്റ്റിംഗ് അക്വഡക്റ്റും ഒക്കെ ഉള്ളത് കൊണ്ട് NIRMO ആയിട്ട് നമ്മളൊരു സ്റ്റഡി ചെയ്തു. അതുകൊണ്ട് കുറച്ച് താമസം വന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പഴയ പ്രോജക്റ്റിനെക്കാട്ടിലും പബ്ലിക്കിന് വളരെ സപ്പോർട്ടീവായിട്ട് ഒരു ഡിസ്റ്റർബൻസ് മിനിമം ആക്കിക്കൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ ഇതോ ബിൽഡിങ്സോ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആകെ 1 ഏക്കർ പ്രൈവറ്റ് ലാൻഡ് മാത്രമേ ഇവിടെ എടുക്കേണ്ടി വരുന്നുള്ളൂ. ഇവിടെ തൊട്ടടുത്ത് ചാത്തങ്കോട്ട് നടന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഇപ്പോൾ ഒന്നല്ലാതെ നിൽക്കുന്നുണ്ട്. ചാത്തങ്കോട്ട് നട ഓൾറെഡി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ലാൻഡ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് താമസം വന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കൊല്ലം UP സ്കൂൾ 110ാം വാർഷികാഘോഷം ജനുവരി 30-ന് കവി PK ഗോപി ഉദ്ഘാടനം ചെയ്യും. മേലൂർ വാസുദേവൻ, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്നിവർ സംബന്ധിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പെൻഷൻ ഭവൻ ഉദ്ഘാടനം വ്യാഴാഴ്ച സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് N സദാശിവൻ നായർ ഉദ്ഘാടനം ചെയ്യും.
ഒരു ഇടവേള കൂടി. ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. ഇഷാന ഗോൾഡ്, കോഴിക്കോട്, ബാലുശ്ശേരി, നാദാപുരം. Kalyan Sari Smart Singer, a musical reality show. Kalyan Sari Smart Singer വിജയികൾക്ക് ലഭിക്കുന്നു ഒന്നാം സമ്മാനമായി സ്മാർട്ട് ഹോംസ് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് നൽകുന്ന 25 ലക്ഷം രൂപ വില വരുന്ന അപ്പാർട്ട്മെന്റ്. രണ്ടാം സമ്മാനമായി KVR ഡ്രീം വെഹിക്കിൾസ് നൽകുന്ന 5 ലക്ഷം രൂപ വില വരുന്ന കാർ. മൂന്നാം സമ്മാനമായി സ്കൈ ഗോൾഡ് നൽകുന്ന 2.5 ലക്ഷം രൂപ വില വരുന്ന സ്വർണം. വാർത്തകൾ തുടരുന്നു. പുതുക്കി പണിത മാവട്ട് ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. മഹല്ല് പ്രസിഡന്റ് എം മൊയ്തി അധ്യക്ഷത വഹിക്കും. അബൂബക്കർ ഫൈസി മലയമ്മ മുഖ്യപ്രഭാഷണം നടത്തും. ദിവസങ്ങൾക്ക് മുമ്പ് ബാലുശ്ശേരിയിൽ പിടികൂടിയ ഗ്യാസ് സിലിണ്ടറുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച ഇവ അപകടം വരുത്തുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ. ദിവസങ്ങൾക്ക് മുമ്പ് ബാലുശ്ശേരിയിൽ വെച്ച് പിടികൂടിയ ഗ്യാസ് സിലിണ്ടറുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലവേദന സൃഷ്ടിക്കുന്നു. അനധികൃതമായി കടത്തിക്കൊണ്ടുപോയായിരുന്ന 44 സിലിണ്ടറുകളാണ് സർക്കിൾ ഇൻസ്പെക്ടർ CI അനിൽകുമാർ പിടികൂടിയത്. പൂനത്തെ ഉദയം വായനശാലയ്ക്ക് സമീപം വെച്ചായിരുന്നു സിലിണ്ടറുകൾ പിടികൂടിയത്. സ്റ്റേഷനിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന ഇവ അപകടം വരുത്തിവെക്കുമെന്ന പേടിയിലാണ് ജീവനക്കാർ. സംഭവം സംബന്ധിച്ച് നടുവണ്ണൂർ സ്വദേശി അനീഷിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. സബ്സിഡി നിരക്കിൽ ഗ്യാസ് ഉപഭോക്താക്കൾക്ക് നൽകേണ്ടുന്ന സിലിണ്ടറുകളാണ് ഇത്തരത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്നത് എന്നും സംസാരമുണ്ട്. സംഭവം കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും തുടർ നടപടികൾ സമീപ ദിവസങ്ങളിൽ ഉണ്ടാവുമെന്നും അധികാരികൾ പറയുന്നു. എന്നാൽ ചെകുത്താനും കടലിനും നടുവിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2006 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ തറക്കല്ലിട്ട ഹാർബർ പ്രവൃത്തി ഘട്ടങ്ങളായി വികാസം പ്രാപിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. പുലിമുട്ടിന്റെ നീളം യുദ്ധകാലാടിസ്ഥാനത്തിൽ നിറവേറ്റണമെന്നും ജെട്ടിയുടെ വടക്ക് ഭാഗത്ത് പ്ലാറ്റ്ഫോം നിർമ്മിച്ച മത്സ്യ കയറ്റുമതി സൗകര്യപ്പെടുത്തണമെന്നും ഹാർബർ ഈ വർഷം തന്നെ തൊഴിലാളികൾക്ക് തുറന്നു നൽകണമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തികച്ചും കൊയിലാണ്ടിയുടെ പ്രധാനപ്പെട്ട ഈ വിഷയത്തെ അംഗീകരിപ്പിച്ച് കൊണ്ടുവരാനുണ്ടായ ആക്ഷൻ കമ്മിറ്റി നല്ല ഒത്തൊരുമയോടെ വേറൊന്നും കിടക്കാതെ അല്ലേ നല്ല നിലയ്ക്ക് പോയ ഒരു ആക്ഷൻ കമ്മിറ്റിയാണ്. അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹാർബർ അംഗീകരിച്ചെടുത്തു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തി ഹാർബറിൻ്റെ പണി ആരംഭിച്ചു. അതൊക്കെ ഡീറ്റെയിൽ നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഹാർബറാണ് നമ്മുടെ ഹാർബർ. അത് പലരും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഈ പണി പൂർത്തിയായാൽ മാത്രമല്ല പല ഹാർബറുകളും പണി പൂർത്തിയാകുന്നത് 30-35 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നമ്മളിത് പണി തുടങ്ങി ഒരു 5 കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള നല്ല സ്പീഡിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. 34 കോടി രൂപ ബഡ്ജറ്റിൽ ഉള്ള പണം 56 വരെ ചിലവാക്കി ആ രൂപത്തിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. വടക്ക് ഭാഗത്തെ പുലിമുട്ട് വേണ്ടത് 1565 മീറ്ററാണ്, 1600 മീറ്ററാണ്. മറ്റത് 915. സംസ്കാര നമ്പ്രത്തുകരയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 25 വെള്ളിയാഴ്ച ജൈവ കാർഷിക സെമിനാർ സംഘടിപ്പിക്കും. നമ്പ്രത്തുകരയിൽ കാലത്ത് 10 മണിക്ക് നടക്കുന്ന പരിപാടി കീഴരിയൂർ കൃഷി ഓഫീസർ സ്മിത നന്ദിന ഉദ്ഘാടനം ചെയ്യും. വിശദവിവരങ്ങൾക്ക് 9946 808 888 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്.
ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ വർഷം പട്ടികജാതി ഫണ്ടുകൾ ലാപ്സാകാതിരിക്കാൻ ഭരണാധികാരികൾ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഭാരതീയ പട്ടിക ജനസമാജം കൊയിലാണ്ടി മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് CP ഗോപാലൻ അധ്യക്ഷനായിരുന്നു. നിർമ്മല്ലൂർ ബാലൻ, KA ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. കാരയാട്ട് കുഴിയിൽ രാരുക്കുട്ടി നായർ നിര്യാതനായി. 70 വയസ്സായിരുന്നു. അരിക്കുളം സർവീസ് സഹകരണ ബാങ്ക് മുൻ ജീവനക്കാരനും ശ്രീ എടവനക്കുളങ്ങര ക്ഷേത്രസമിതി പ്രസിഡന്റുമായിരുന്നു. കമല ഭാര്യയാണ്. സന്തോഷ് കുമാർ, പരേതയായ രമണി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചേമഞ്ചേരി തുവക്കോട് മലയിൽ വൻ പടക്കശേഖരം പിടികൂടി. 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. പിടികൂടിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പടക്കങ്ങൾ. ഡീസലിന്റെ വിലവർദ്ധനവ് KSRTC സർവീസ് നിർത്തുന്നു. മലയോര മേഖലകളിൽ യാത്രാ പ്രശ്നം രൂക്ഷം. വിലക്കയറ്റത്തിനെതിരെ CPI നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ ഉപരോധിച്ചു. മുസ്ലിം ലീഗ് ഹാർബർ മേഖലാ സമ്മേളനം സമാപിച്ചു. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.